പ്രോപ്പറായ അറ്റൻഡൻസ് ഇല്ല. അസൈൻമെന്റ് എങ്കിലും ചെയ്തോ? തനിക്കൊക്കെ ഇന്റേണൽ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത്? കോലം കണ്ട അവന്റെ. നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി. പോ കടക്ക് പുറത്ത്. അവന്റെ ഒരു ന്യായീകരണം. എന്റെ ആദരം ആരതി കറങ്ങി തിരിഞ്ഞിട്ട് ചോടിയൊരു ഇന്നലെ തുടങ്ങിയതാണല്ലോ. പുതിയ പാഠമാണ് ദ്വാരക. ഞാൻ മദ്രാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടാളും. ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? റെഡ് കാർഡ് ഉറപ്പായി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ന് നിർത്തിക്കോണം. മിണ്ടരുത്. നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ? രണ്ടാളെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകരുത്. ഇറങ്ങ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. കഷ്ടായി പോയല്ലേ. നിങ്ങൾ എന്താ പുറത്തേക്ക്? ഫ്രീ ആണെങ്കിൽ ഒരു 200 പുഷ് പഠിക്കാം. 200 ചുമ്മാ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. കാറ്റ് കൊള്ളണമെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവറിന്റെ മുകളിൽ പോയി നിൽക്കടാ. ക്യാമ്പസിൽ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ലേ സാറേ? എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടെ നിന്ന് പുറത്തുനിന്ന് സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അകത്തേറ്റ് സാർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സാർ. പഠിക്കുന്ന പിള്ളേർ പുറത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അകത്തേറ്റ് തരാം. ഒന്ന് സംസാരിക്കുക. സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും മിസ് മേഴ്സി നയനാൻസ് പിള്ളേരുമായിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, അല്ലെങ്കിൽ സാർ വന്ന് പഠിപ്പിക്കേ. കുറെ നാളായി. സോറി മിസ് മേഴ്സി നയനാൻ. ഈ പിള്ളേര് അവര് പോയി. മിസ്സിന് എന്ത് തോന്നിട്ടുണ്ടാവും? നമ്മുടെ പ്രശ്നം തീർക്കാൻ പോയി സാറിന് എന്ത് പറ്റിയാ? ഇനിയിപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റൂല. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലാ? ഇതവളല്ലേ ക്ലാര മേരി? ഇത് മേരിയാണ് ഉറപ്പിച്ച്. അതെങ്ങനെ മനസ്സിലായി? കുടിച്ച് തുള്ളി ചാടി പറഞ്ഞ കണ്ടാറിനൂടെ മേരിയാണ്. ഹായ് ചേട്ടനെ ഞാൻ രാവിലെ മുതൽ കണ്ടില്ല. നിങ്ങളുടെ ക്ലാസ് ഒക്കെ എവിടെയാണ്? ഞങ്ങളുടെ മോളില് BA മലയാളം. മേരിയുടെ ക്ലാസ് എവിടെയാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ എംഎക്കാരുടെ. ഓ അവിടെയാണല്ലേ. എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നല്ല. എങ്ങനെയുണ്ട്? അല്ല എന്താണ് രണ്ടുപേരും കൂടെ ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ്സിൽ ഭയങ്കര ചൂടയില്ല. കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് കാറ്റ് കിട്ടിയാ? അല്ല മേരിക്കുന്ന ക്ലാസ് ഇല്ലേ? ക്ലാസ് ചുമ്മാ ബോറ. ഒരു സിനിമയ്ക്ക് പോവാന്ന് കരുതി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ആണാ? എന്നാ ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോവാല. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പോവാല. വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അല്ലടല്ലേ? പുതിയ പടാണോ? അല്ല, പഴയ പടമാണല്ല തിയേറ്ററിലിട്ട് കളിക്കണതേ. നല്ല ഡിക്കാച്ചി മൂവിയാണ്. ചേട്ടൻ വരുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ. 11 മണിയുടെ ഷോ ആണ്. വാ, സമയമില്ല. വാ വാ, സമയമില്ല. 1 മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. കേറിയേട്ടാ, പോവാ നമുക്ക്. വെറുതെ അല്ല കോളേജില് പിള്ളേരില്ലാത്ത. അടിപൊളി മൂവി ആയിരുന്നല്ലേ? ഒരൊറ്റ വെട്ടിനെ ഫുട്ബോൾ തട്ടി തെറിപ്പിക്കുന്ന പോലെ അല്ലേ തല വെട്ടിയത്? ഇതൊക്കെ റോക്കി ബൈക്ക് സിമ്പിൾ ആയിരിക്കും അല്ലേ? പിന്നല്ല, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ സിമ്പിൾ. ചേട്ടന് പറ്റുമോ ഇതുപോലൊക്കെ? ഇപ്പൊ പറ്റൂല, നാളെ ആവട്ടെ.
തമാശക്കാരൻ. ചേട്ടോയ്, എന്തോടി ചേട്ടൻ ആരാ ഈ പേരിട്ടത്? എന്റെ അപ്പൂപ്പൻ, അല്ലാണ്ട് പിന്നെ ആരാണ്? അപ്പൂപ്പനൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആ ഉണ്ടെന്നേ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൂപ്പൻ, അമ്മ, മേമ, പാപ്പൻ, മേമയുടെ മോൾ അഴക്, അച്ഛനില്ല, കുവൈറ്റ്, പിന്നെ ഞാൻ. ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ ഒരു ദിവസം വരാം. ചുമ്മാ എല്ലാരും കാണാലോ. അങ്ങനെ. അയ്യോ വണ്ടി. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. എങ്ങോട്ടാ പോന്നെ? വാ കേറ്, ഞാൻ ആക്കി തരാം. ഞാൻ എങ്ങനെയെങ്കിലും നടന്നു പോകണം. കേറിയേട്ടാ. അയ്യോ കുട്ടിക്ക് മുന്നോട്ടാ. ഒരു ബുദ്ധിമുട്ടില്ല. സോറി. അമ്പോ, ഇതേത് വീട്? ഇതാ എന്റെ വീട്. ആണാ? ആ, വാ കേറിട്ടോ. അല്ല, എനിക്ക് പെട്ടെന്നൊന്ന്. ആ, പെട്ടെന്ന് കേറിട്ട് പോവാം. വാ. എന്റെ അമ്മോ, ഇതാണോ ആ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ. ഇവളവിടെ പോയി. പോയി. ഇയാളാരാ? Who are you? ആരാ നിങ്ങള്? ഞാൻ മേരി. ആ മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ, ഇതാ സുരേട്ടൻ. ഞാൻ പറയാറില്ലേ? അതെ മേരി. ഓ, ലൈലാസുരൻ. ആ, മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദ ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേൻ അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്ക്. ലാൽ സലാം. ചേട്ടാ, ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരി. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്. മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എനിക്കൊന്നും വയ്യ. പപ്പ എന്നെ നോക്കിയാ മതി. ആ, അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല, നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങള് നേരത്തെ പറഞ്ഞു? മേരിയോ? പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമയില ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ജപ്പാനില്. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ? അസുരനല്ല, ലൈലാസുരൻ. ആ, ലൈലാസുരൻ. സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ? പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്? ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാം. പക്ഷേ ഇതോ? എടുത്താ പോരെ. ഞാൻ പറഞ്ഞോ? അങ്ങളെ ഞാനെന്താ ഇയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. കൊള്ളാം. നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? പിന്നെ നമുക്ക് എം എ എടുക്കാൻ കൂടെ ചേർന്നാ. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നത്. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. ചേട്ടൻ വാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോക്കോട്ടെ? എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത്. ഒരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്രം? ഹായ്, ഇത് ഒരുപാടുണ്ടല്ലോ. ആ മഞ്ഞ കൊറേ കളേഴ്സ് ഉണ്ടല്ലോ. ആ ബ്ലാക്ക്. ഇത് ഏത് കിടന്നു മനസ്സിലായോ? ആറാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? ആ കൊള്ളാം. ഇതുപോലെ ഒരുപാടുണ്ട്. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മേമയുടെ മോൾക്ക് കൊടുത്തോ. അപ്പൊ ശരി. ഭാഗ്യം, രക്ഷപ്പെട്ടു. നല്ല ബെസ്റ്റ് ഫാമിലി. എല്ലാവർക്കും വട്ടാണ്. കാറേട്ടാ. അയ്യേ ചേട്ടാ. അവിടെ